ചിലരെ നമ്മൾ കാണുമ്പോൾ പണമില്ലെങ്കിലും പിന്നെ വീടില്ലെങ്കിലും കാറില്ലെങ്കിലും ഒന്നുമില്ല എങ്കിലും അവരെപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കും. അവര് പിന്നെ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ മറ്റു പലതിനെ കുറിച്ചും ഒരു വലിയ പ്രത്യാശയുള്ളവരായിരിക്കും. അവരെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് ഉണ്ടാകും. ഒരു ഉത്സാഹമുള്ളവരായിരിക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ ദൈവം അവന്റെ ഉള്ളിലുണ്ടായിരിക്കണം. അതാണ് സ്പിരിച്വൽ വെൽത്ത് എന്നാണ് അതിന് പറയുന്നത്. ആത്മീകമായ ഒരു സമ്പത്ത്. ഒരു മനുഷ്യൻ ആദ്യം പ്രാപിക്കേണ്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് പണമല്ല. എന്റെ സമ്പത്ത് ഈ ലോകത്തിലുള്ള വസ്തുവകളല്ല, ഈ ലോകത്തിലുള്ള ഒന്നുമല്ല. എന്റെ സമ്പത്ത് എന്ന് പറയുവാൻ ഒന്നേ ഉള്ളൂ, അത് നസ്രായനായ യേശുവാണ്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതായിരിക്കണം. നമ്മൾ ഒരിക്കലും പ്രാപിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെടുന്ന ഈ ലോകത്ത് അവസാനിക്കുന്നതായിരിക്കരുത്. ഈ ലോകത്ത് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും എല്ലാം ഒരു നിമിഷം ഒരു ദിവസം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്.